നോവിക്കുവാൻ നാം ശ്രമിക്കരുതേ. കൂട്ടരെ ഓർക്കുക, പ്രകൃതിയില്ലെങ്കിൽ നമ്മളില്ലെന്നുള്ള സത്യത്തെ അറിയുക. നീ എന്ന പ്രകൃതിയെ ഞാൻ എന്ന വികൃതിയാൽ നോവിക്കുവാൻ നാം ശ്രമിക്കരുതേ. കൂട്ടരെ ഓർക്കുക, പ്രകൃതിയില്ലെങ്കിൽ നമ്മളില്ലെന്നുള്ള സത്യത്തെ അറിയുക. പ്രളയവും പ്രകൃതി ദുരന്തവും കണ്ടു നാം പ്രകൃതിയാ ഭൂമിയെ നോവിച്ചതിൽ പരം ഇതിനുള്ള പ്രതിരോധം എന്തെന്നറിയുക. പ്രകൃതിയെ സ്നേഹിക്കണം എന്നതോർക്കുക. കാടും പുഴകളും മലകളും നമ്മൾക്ക് കാലം കരുതിയ സമ്പത്തെന്നോർക്കുക. ഹരിതമാ ഭൂമിയെ വേദനിപ്പിക്കാത്ത വേലകൾ ചെയ്തു നമുക്ക് നീങ്ങാം. മലകൾ നിവർന്നു തന്നെ നിൽക്കട്ടെ, ജലാശയങ്ങൾ നിറഞ്ഞൊഴുകി തുടിക്കട്ടെ. കാടും മേടും ഹരിതമായി നിൽക്കട്ടെ, മനസ്സിന്റെ നന്മകൾ പൂത്തുലഞ്ഞിടട്ടെ. നല്ല നാളേക്കായി കൈകോർത്തു നിൽക്കാം, അമ്മയാം ഭൂമിയെ കാത്തു രക്ഷിക്കാം. നല്ല നാളേക്കായി കൈകോർത്തു നിൽക്കാം, അമ്മയാം ഭൂമിയെ കാത്തു രക്ഷിക്കാം. നല്ല നാളേക്കായി കൈകോർത്തു നിൽക്കാം, അമ്മയാം ഭൂമിയെ കാത്തു രക്ഷിക്കാം. അമ്മയാം ഭൂമിയെ കാത്തു രക്ഷിക്കാം. അമ്മയാം ഭൂമിയെ കാത്തു രക്ഷിക്കാം. പരിസ്ഥിതി ദിനത്തെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി പ്രിയപ്പെട്ട അജുമേഷ് വരും. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് പരിസ്ഥിതി ദിനമാണ്. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കർത്തവ്യം എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ഒരു പാട്ടിലൂടെ പാടിയതുപോലെ പ്രകൃതിയെ കാത്തു രക്ഷിക്കുക, പ്രകൃതിയെ നോവിക്കാതെ അതിനെ കാത്തു സംരക്ഷിക്കുക എന്നാണ് നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത്. അതിനായി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടുവളപ്പിൽ ഇന്നു മുതൽ ഓരോ തൈയെങ്കിലും നിങ്ങൾ നട്ട് അതിനെ പരിപാലിക്കണം. അതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചുമതല. അതിനായി നിങ്ങളെല്ലാവരും മുന്നോട്ട് വരണം. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളും പരിസരവും നല്ല ഭംഗിയായി സൂക്ഷിക്കേണ്ട ചുമതലയും നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. അതിലൂടെ നമ്മുടെ ഭൂമിയെ കാത്തു സംരക്ഷിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജൂൺ 5 ലോകമെമ്പാടും പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. നമ്മളെല്ലാവരും തന്നെ സ്കൂൾ തുറന്നു വരുന്ന സമയങ്ങളിൽ ഈ ജൂൺ 5 എന്ന് പറയുന്ന ഒരു ദിവസം എല്ലാ സ്കൂളുകളിലും വളരെ ഗംഭീരമായി തന്നെ ആഘോഷിക്കുന്നതാണ്. അപ്പോൾ ഇന്നും നമ്മളത് തുടർന്നു പോരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക്. നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് അവരുടെ എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു ദിവസം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മുടെ പരിസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ പരിസ്ഥിതിയുടെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പത്രങ്ങളിലൂടെയും വാർത്തകളിലൂടെയും ഒക്കെ നമ്മൾ അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ഓരോ വർഷവും പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു തീമും ഒരു സ്ലോഗൻ ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഇത്തവണത്തെ സ്ലോഗൻ എന്ന് പറയുന്നത് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ, നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നുള്ളതാണ് ഇത്തവണത്തെ സ്ലോഗൻ. അതുപോലെ തന്നെ ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് ലാൻഡ് റിസ്റ്റോറേഷൻ, ഡീഫോറസ്റ്റേഷൻ, അതുപോലെ ക്രൗഡ് റിസൈലൻസ്, അതായത് ഭൂമി പുനഃസ്ഥാപിച്ച് മരുഭൂവൽക്കരണം, വരൾച്ച ഇവയെ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഇത്തവണത്തെ യുണൈറ്റഡ് നേഷൻസിന്റെ
പറയാനുള്ളത് നട്ടുപിടിപ്പിച്ചില്ലെങ്കിലും ഉള്ളതിനെ വൃത്തിയായി സംരക്ഷിച്ച് കൊണ്ടുപോവുക എന്നുള്ള ഒരു കടമ നിങ്ങൾ ഓരോരുത്തരും കൃത്യമായി ചെയ്യുക എന്നതാണ്. അതിനുശേഷം നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്കൂളിലാണ്. സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഓരോ കുട്ടിയുടെയും കടമയാണ്. അതിൽ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്നത്. ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കഴിവതും സുരക്ഷ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുക. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായ സ്ഥലങ്ങളിൽ നിക്ഷേപിക്കാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ ചെറിയ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കൃത്യമായി ചെയ്യാൻ കഴിയുന്നതുമായ കാര്യങ്ങളാണ്. ഇത് ഓരോരുത്തരായിട്ട് അത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കൂളും പരിസരവും എല്ലാം തന്നെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു പരിസ്ഥിതിയിൽ ആശംസിക്കുന്നു. ജീവനാവശ്യമായതൊക്കെയും പ്രദാനം ചെയ്യുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭാവി തലമുറയുടെ സുരക്ഷിതമായ നിലനിൽപ്പിന് ഭൂമി മലിനമാക്കാതെ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. സർവ്വജനങ്ങൾക്കും വേണ്ടി ഞാൻ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ജലസ്രോതസ്സുകളെ മലിനമാക്കാതെ കാത്തുസൂക്ഷിക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഉറവിട മാലിന്യ സംസ്കരണം ചെയ്യും. പ്രകൃതിയെ മാലിന്യമുക്തമാക്കുക എന്നത് എന്റെ ജീവിതചര്യയാക്കുകയും മാലിന്യമുക്ത സംസ്കരണം വളർത്തിയെടുക്കുന്നതിനായി പ്രയത്നിക്കുകയും ചെയ്യും. വിഭവ വിനിയോഗത്തിൽ മിതത്വം പാലിക്കും. പ്രകൃതി സംരക്ഷണം എന്റെ ഉത്തരവാദിത്വമാണ്. വരും തലമുറയുടെ സുരക്ഷിതമായ ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ഭൂമിയെ ഞാൻ കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. പരിസ്ഥിതിയുടെ വാർത്തകൾ വായിക്കുന്നത് നമസ്കാരം. പരിസ്ഥിതി വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം പ്രാദേശിക വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നേതാക്കളിൽ നിന്ന് അന്നമാർ. ഏപ്രിൽ മാസത്തിലെ കടുത്ത ചൂടിൽ നേതാക്കൾ സ്കൂളിലെ അടുക്കളത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച പച്ചക്കറികൾ എല്ലാം തന്നെ നശിച്ചുപോയി. UP സ്റ്റേഷന് സമീപമുള്ള ആമ്പൽക്കുളത്തിലെ വെള്ളം വറ്റി അതിലുള്ള കുഞ്ഞുങ്ങളെല്ലാം തന്നെ നശിച്ചു പോവുകയും ചെയ്തു. സ്കൂളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഫലമായി ഒട്ടേറെ തൈകളും ചില മരങ്ങളും നശിപ്പിക്കപ്പെട്ടു. അതിനാൽ എക്കോപാർക്കിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കേണ്ടതുണ്ട്. എന്നാൽ വേനൽ മഴ തുടങ്ങിയതോടെ ആശ്വാസത്തിനിട. ഏറെ വർഷങ്ങൾക്ക് ശേഷം ആഡിറ്റോറിയത്തിന് സമീപമുള്ള ഞാവൽ മരം പൂക്കുകയും മധുരമുള്ള പഴങ്ങൾ നൽകുകയും ചെയ്യുന്നു. താഴെ വീണ മക്കാഴങ്ങൾ എടുക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. താഴെ ധാരാളം മക്കളുണ്ട്. ആമ്പൽക്കുളം സ്ഥിതിശീലമായി പരിസ്ഥിതി സ്നേഹികളായ കുട്ടികളുടെ സഹായത്താൽ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ആമ്പൽ പൂക്കൾ വിരിച്ചിട്ടുമുണ്ട്. പൂക്കൾ പറിക്കാതിരിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കുമല്ലോ. സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തായി ഏറെ കാലമായി ഡെസ്ക്ടോപ്പിലും പരിസരങ്ങളിലും ചാനലിനും മറ്റുമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് പതിവായിരുന്നു. എന്നാൽ ഹരിതാര പഞ്ചായത്തിന്റെയും ശുചിത്വ മിഷന്റെയും ശ്രമഫലമായി പ്ലാസ്റ്റിക് ശേഖരണത്തിനായി ബോർഡിൽ ബില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. റോഡിലും മറ്റും മാലിന്യങ്ങൾ വലിച്ചെറിയാതെ ഇത്തരം ബില്ലുകൾ നിക്ഷേപിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. നമ്മുടെ സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നേതാക്കളിലെ എന്നത് ശുചിത്വ മിഷൻ ഇവയുടെ സഹകരണത്തോടെ സ്കൂളിന് മുന്നോട്ടുകായി സ്നേഹാരാമം എന്ന പേരിൽ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലത്തെ മനോഹരമാക്കി തീർക്കുക, മാലിന്യങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പിലാക്കിയിരിക്കുന്നത്. ഭരണകൂടാനുള്ള പദ്ധതിയുടെ ഭാഗമായി സഞ്ചരിച്ച് പ്രവർത്തിക്കുന്നതിനായി ഇക്കോപാർക്കിന്റെ സ്ഥലം നൽകിയത് ഏറെ പ്രതീക്ഷിക്കുക. ഹരിത ഇനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഹരിത ഇനം ഹരിതാപമാകട്ടെ.
ഇനി ചില ആഗോള പരിസ്ഥിതി വാർത്തകളിലേക്ക്. വാർത്തകൾ വായിക്കുന്നത് വൈക. 2024 ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നു. ഇത്തവണ UN എൻവയോൺമെന്റ് പ്രോഗ്രാമിന് ആതിഥേയത്വം വഹിക്കുന്നത് സൗദി അറേബ്യയാണ്. ഇത്തവണത്തെ പരിസ്ഥിതി തീം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധമാണ്. ഇത്തവണത്തെ പരിസ്ഥിതി മുദ്രാവാക്യം നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി, നമ്മൾ തലമുറയുടെ പുനഃസ്ഥാപകർ. എല്ലാ വർഷവും പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് പരിസ്ഥിതിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും അവയെ സംരക്ഷണത്തിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നതും എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. വിദ്യാർത്ഥികളായി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടും പരിസരവും സംരക്ഷിക്കുന്നത് പോലെ സ്കൂളും പരിസരവും സംരക്ഷിക്കുക. ഒപ്പം ശുദ്ധമായ വായു, ശുദ്ധമായ ജലം, ശുദ്ധമായ പ്രകൃതി വിഭവങ്ങൾ ഇവ അന്യം നിന്ന് പോകാതെ കാലത്ത് സൂക്ഷിക്കുക. അതിലൂടെ നമ്മുടെ ഭാവി സുരക്ഷിതമാക്കുക. പരിസ്ഥിതിക്ക് ദോഷം വരുത്താത്ത പ്രവർത്തികൾ ചെയ്യുവാൻ ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. നന്ദി, നമസ്കാരം.